ഈ KPCCക്ക് വീണ്ടും ഒരു ജംബോ കമ്മിറ്റി വന്നേക്കുമെന്നാണ് വാർത്ത. സെക്രട്ടറിമാരെയൊക്കെ ഉടൻ നിയമിക്കാൻ നേതൃത്വത്തിൽ ധാരണയായിട്ടുണ്ട്. അതേസമയം DCC അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അന്തിമമായി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. കെ സുധാകരൻ അധ്യക്ഷനായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന 26 അംഗ സംഖ്യ വലുതാകും. വൈസ് പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ എന്നിവർക്ക് പുറമെ സെക്രട്ടറിമാർ കൂടി വരും. ഒഴിവുകിടക്കുന്ന ട്രഷറർമാരും. മുൻ MLA-മാരടക്കം പലരും പാർട്ടി പദവിയില്ലാതെ പുറത്തു നിൽക്കുന്നത് കൂടി കണക്കിലെടുത്താണ് തീരുമാനം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ കൂടുതൽ ചുമതലകൾ കൂടി നൽകാനാണ് തീരുമാനം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റായിരിക്കെ നിയമിച്ച KPCC സെക്രട്ടറിമാരുടെ സ്റ്റാറ്റസ് കോ തുടരുന്നുണ്ടെങ്കിലും അത് സജീവമല്ല. ഈ പട്ടികയിൽ വലിയ മാറ്റം വന്നേക്കും. അതേസമയം DCC അധ്യക്ഷന്മാരെ മുഴുവനായി മാറ്റണോ അതോ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന 3 മാത്രം നിലനിർത്തണോ എന്നതിൽ അന്തിമ തീരുമാനത്തിലെത്താനായിട്ടില്ല. DCC അധ്യക്ഷന്മാരെ മാറ്റുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുകയും ചെയ്താൽ അതും പാർട്ടിക്ക് ക്ഷീണമാകും. ജംബോ പട്ടിക വന്നാലും പരാതിക്ക് പഞ്ഞമുണ്ടാകില്ല. എന്നാൽ പുനഃസംഘടന പാർട്ടിയെ എത്രത്തോളം സജ്ജമാക്കുമെന്നുള്ളതാണ് ചോദ്യം. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.